ശ്രീ എച്ച്സലാം, ഇന്നിപ്പോൾ സഭയിലുണ്ടായ കാര്യങ്ങൾ പിന്നീട് വരാം. പക്ഷേ ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഒരു വിവരം പുറത്തേക്ക് വന്നതും അതിന്മേൽ നടപടി ആവശ്യപ്പെട്ടതും കോടതി വഴിയാണ്. കോടതിയുടേതാണ് ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ. അതിനുശേഷമാണല്ലോ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണമടക്കം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്രതിപക്ഷത്തിന്റെ തന്ത്രമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്ന രൂപത്തിലാണോ നിങ്ങൾ അതിനെ നേരിടുന്നത്? സ്മൃതി, ഇതില് സർക്കാരിന്റെ നിലപാടും ദേവസ്വം ബോർഡ് നിലപാടും അത് വളരെ സുവ്യക്തമായി തന്നെ ഇതിനകം തന്നെ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളീയ സമൂഹവും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. രണ്ടു തരത്തിലാണ് പൊതുവായ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നു. രണ്ടിത്തരം കാര്യങ്ങൾ കോടതി മുമ്പാകെ വന്നപ്പോൾ ആ കോടതിയിലെടുത്ത നിലപാട് എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അവർ നടത്തിയ പരിശോധനയും ആ പരിശോധനയുടെ ഭാഗമായ വിവരങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി നിലപാടിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഗവൺമെന്റ് ഇപ്പോൾ വ്യക്തമാക്കിയ പോലെ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരാനും കർശനമായ നിലപാട് സ്വീകരിക്കാനും കഴിയണം എന്നതാണ് സർക്കാർ നിലപാട്. ദേവസ്വം ബോർഡും ഏതാണ്ട് ആ തരത്തിലേക്ക് നിലപാട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. സമഗ്രമായ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിലിപ്പോ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ വളരെ വ്യക്തമായ അന്വേഷണം നടത്താൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തോട് സഹകരിക്കാനും ഇപ്പോൾ ഇൻട്രോയിൽ സ്മൃതി ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകളെങ്കിലും മുൻനിർത്തിയിട്ട് ചില കാര്യം പറഞ്ഞല്ലോ, അതാരാണ് എന്താണ് എന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉള്ള തെളിവുകൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കൊടുക്കട്ടെ. അതിൽ ആരൊക്കെ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള വിവരം കൊടുക്കട്ടെ. പക്ഷെ മറിച്ചു വിറ്റു എന്നുള്ള സംശയം കോടതിയിൽ നിന്നല്ലേ ശ്രീ എച്ച്സലാം? അത് പ്രതിപക്ഷ നേതാവ് കണ്ടുപിടിക്കേണ്ടതാണോ? അതന്നെ ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം എന്തടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ ശ്രീ കടകംപള്ളിയെ കൂടി പേര് ചേർത്ത് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട്? അങ്ങനെയെങ്കിൽ നിയമസഭാ അംഗമല്ലേ കടകംപള്ളി സുരേന്ദ്രൻ? പ്രതിപക്ഷ നേതാവ് സഭയിൽ അംഗമല്ലേ? ഒരു സഭയ്ക്കുള്ളിൽ ഒരു അംഗത്തിനെതിരായി ഉന്നയിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ചട്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന കാര്യം ഒരുപക്ഷെ എന്നെക്കാളും കുറച്ചുകൂടി വ്യക്തതയോടുകൂടി എക്സ്പീരിയൻസ് കൂടുതലുള്ള ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അദ്ദേഹം നാളെ നിയമസഭയിൽ വരട്ടെ, നിയമസഭയിൽ വന്നിട്ട് അദ്ദേഹം രേഖാമൂലം തന്നെ അല്ലെങ്കിൽ നിയമസഭാ രേഖയുടെ ഭാഗമായി തന്നെ വരട്ടെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ സുവ്യക്തമായിട്ട് ഉന്നയിക്കട്ടെ. എന്തേ സഭയ്ക്ക് അകത്ത് അങ്ങനെ ഉന്നയിക്കാൻ തയ്യാറാവുന്നില്ല? പുറത്തു പോയിട്ട് മീഡിയയ്ക്ക് മുമ്പിലും അതുപോലെ അല്ലെങ്കിൽ പൊതുവോ പ്രസംഗത്തിലും ഏത് തരത്തിലേക്കും പറയാം എന്നൊരു സൗകര്യം വെച്ചിട്ടില്ല അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്മൃതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, കേരളത്തിന്റെ നിയമസഭയിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ എന്തെല്ലാം തരത്തിലേക്കുള്ള വേദികളുണ്ട്. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ നിയമസഭ പക്ഷിതമാകുന്നു, ഇങ്ങനെ സമരങ്ങൾ തുടർന്നുകൊണ്ട് ഇരിക്കുന്നു എന്നെല്ലാം പറഞ്ഞല്ലോ. എന്താ ഡിമാൻഡ് എന്ന കാര്യം ആ സഭയിൽ സഭാ നടപടി ചട്ടമനുസരിച്ച് ഏതെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇപ്പോ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഭാഗമായിട്ട് പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് ചോദ്യോത്തര വേള ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു മുടക്കുന്നത്, LDF പ്രതിപക്ഷത്തിന് സമയത്തെല്ലാം ചെയ്തിട്ടില്ലേ എന്നാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ പ്രതിപക്ഷം ചോദ്യോത്തര വേള ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഡിമാൻഡ് ഉന്നയിക്കുക, ഒരു പ്രശ്നം ഉന്നയിച്ചു, ഒരു ചർച്ചയ്ക്ക് നോട്ടീസ് കൊടുത്തു, അനുവദിച്ചില്ല, അല്ലെങ്കിൽ തൃപ്തികരമായ നിലയിലേക്കുള്ള ഒരു കാര്യം സഭയ്ക്കകത്ത് ഉണ്ടായില്ല, അതുകൊണ്ട് ഒരു നിലപാടെടുത്തിട്ടുണ്ടാവും. ഇവിടെ അതാണോ? ഏതെങ്കിലും ഒരു കാര്യം ഉന്നയിച്ചു, ഗവൺമെന്റ് ചർച്ചയ്ക്ക് സന്നദ്ധമായില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യത്തിന്റെ ബഹളം ഉണ്ടാക്കുകയാണ് എന്നല്ലല്ലോ. നേരെ വന്ന് ബഹളം തുടങ്ങുകയാണ്. ഒരു നോട്ടീസ് ഉണ്ടോ? ഒരു സബ്മിഷൻ ഉണ്ടോ? ഒരു അടിയന്തരപരമായ നോട്ടീസ് ഉണ്ടോ? അത് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഒരു ചോദ്യം ഉന്നയിച്ച് മന്ത്രിമാർ മറുപടി പറയാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ചോദ്യമൊന്നുമില്ലാതെ നേരെ ബഹളത്തിലേക്ക് കടന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? പ്രതിപക്ഷം എന്ന നിലയ്ക്ക് അങ്ങനെയാണ് ചില വിഷയങ്ങളിൽ സമീപനം എടുക്കുക. നിങ്ങൾ തെരുവിൽ ദിവസങ്ങളോളം നടത്തിയ സോളാർ കാലത്തെ പ്രതിഷേധം KM മാണിക്കെതിരെ ഉണ്ടായിരുന്ന പ്രതിഷേധമൊക്കെ സഭയിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രതിഷേധിച്ചിരുന്നത്?
സബ്ജുഡിസ്റ്റ് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞ കാര്യങ്ങളിൽ ആൻസർ ചെയ്യണം. അല്ലല്ല, അങ്ങ് പറയൂ. കെ എം മാണിയുടെ കേസ് കോടതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കെ എം മാണിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അന്ന് കോടതിയിലിരിക്കുന്ന വിഷയം പറ്റില്ല എന്ന നിലപാടെടുത്തിട്ടില്ലല്ലോ. സ്മൃതി, ഞാൻ ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയൂ. ഏത് കാര്യത്തിലാണ് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അത്തരമൊരു സാഹചര്യം ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പ്രതിപക്ഷം ചോദ്യോത്തരവേള അലമ്പാക്കി ഒരു ഉദാഹരണം പറയും? നിങ്ങളുടെ കാലത്ത് ഒരിക്കലും ചെയ്തിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? നിങ്ങളുടെ കാലത്ത് ഒരിക്കലും ചെയ്തിട്ടില്ല എന്നാണോ? ഏത് കാര്യത്തിലെന്ന് പറയും? അല്ല, കോടതിയിലിരിക്കുന്ന വിഷയം ചർച്ചയ്ക്കെടുക്കാൻ പറ്റില്ല എന്ന ഒരു ദിവസം അതും എടുത്ത നിലപാടാണ്. കോടതിയിലിരിക്കുന്ന വിഷയമാണ്, ചർച്ചയ്ക്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതേ വിഷയം കഴിഞ്ഞ മാസം 19-ാം തീയതി സഭയിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അതിൽ ചർച്ചയാകാമെന്ന് തീരുമാനമെടുക്കുകയും എന്നിട്ട് നോട്ടീസ് എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുക. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? ഒന്നുമില്ല സ്മൃതി, ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയും. ഞാൻ അങ്ങനെ വേറെ നിലയിൽ പറയാതെ ഞാൻ പറഞ്ഞത് ഏത് വിഷയം പ്രതിപക്ഷം ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാ ചോദിച്ചത്. ഇല്ല എന്നാ ഞാൻ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.